ഫണ്ടമെൻ്റൽ കോസ്റ്റ് സാധാരണ രീതിയിലുള്ള കുരുമുളക് കൃഷിയെ അപേക്ഷിച്ച് കൂടുതലാണ്. കുഴി എടുത്തതിന് ശേഷം അതിനകത്ത് പൈപ്പിൻ്റെ അടിയിൽ ക്രോസിൽ കമ്പി വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തു. പൈപ്പിൻ്റെ 2 അടി ആ താഴ്ചയിലും പൈപ്പിൻ്റെ ഉള്ളിലും കോൺക്രീറ്റ് ചെയ്തു, അതിൻ്റെ സൈഡും കോൺക്രീറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം മുറുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ചുവട്ടിൽ വളമിട്ടിട്ട് ഇളക്കിയത്. പിന്നെ മറ്റൊന്ന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 കൊടിയുടെ ഇടയ്ക്ക് ഉള്ള പൈപ്പിൽ ഒരു ഡ്രോപ്പ് കൊടുത്തു, അവിടെ പച്ചക്കറി നടും. ഈ 4 പൈപ്പിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രോപ്പ് വേറെയും കൊടുത്തിട്ടുണ്ട്, അവിടെ ചേന പോലെയുള്ള മറ്റതും നടാനായിട്ട് ഇപ്പം ചീര മറ്റു കാര്യങ്ങളൊക്കെ നടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് നല്ലപോലെ പയർ കിട്ടുകയും ചെയ്തു ഇത്തവണ. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കടുമേനി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളെ ഒരു യുവ കർഷകനുണ്ട്, തോമസ് പാറശ്ശേരിയിൽ. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലാണ്, നിങ്ങൾ നോക്കിയാൽ അറിയാം, കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മുടെ PVC പൈപ്പിലാണ് കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ നമ്മുടെ തോമസ് ചേട്ടനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. തോമസ് സാറ് സ്വാഗതം നമ്മുടെ ചാനലിലേക്ക്. യുവ കർഷകൻ എന്ന് പറഞ്ഞ അഭിസംബോധന തെറ്റാ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 വയസ്സ് ആയ ആളെ യുവ കർഷകൻ എന്ന് വിളിക്കാൻ പാടില്ല. ഒരു കർഷകനെന്ന് മാത്രമേ അതിനകത്ത് അഭിസംബോധന ചെയ്യുന്നതാണ് ശരി. മനസ്സിൽ യുവത്വമേ ഉള്ളൂ, ശരീരത്തിൽ യുവത്വം തീരാൻ തുടങ്ങിയ ആളാണ്. അപ്പം നമ്മുടെ തോമസ് സാറിന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നമ്മൾ PVC പൈപ്പിലാണ് കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഇപ്പം നിങ്ങളോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്തിട്ട് എത്ര വർഷമായി കൃഷി ചെയ്തിട്ട്? കുരുമുളക് നട്ടത് കഴിഞ്ഞ ഓഗസ്റ്റ് അവസാനത്തെ ആഴ്ച. ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 7 മാസം കഴിഞ്ഞിട്ടുള്ളൂ. 7 മാസം കഴിഞ്ഞു. അപ്പോൾ 7 മാസം കഴിഞ്ഞ കുരുമുളകാണ് ഇപ്പം ഇവിടെ കാണുന്നത്. അതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. 7 മാസം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 2 മാസങ്ങൾക്ക് മുമ്പേ കൂടെ മാറി കൂടയ്ക്കകത്ത് ഒരു കമ്പ് കുത്തി ഒരു ഈ ഹൈറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് കൊണ്ടുവച്ചത്. 2 മാസത്തെ ആ ഒരു വളർച്ച കൂടയ്ക്കകത്ത് കിട്ടി. പക്ഷേ ഫീൽഡിൽ നട്ടിട്ട് 7 മാസം കഴിഞ്ഞോളൂ. അപ്പോൾ ഇതിൻ്റെ നടീലും പരിചരണത്തെ പറ്റി ഒന്ന് പറയാം പ്രേക്ഷകർക്ക് വേണ്ടി. കാരണം ഇത് പ്രധാനമായിട്ട് കൂടുതലായിട്ട് നട്ടിരിക്കുന്നത് കൂമ്പുങ്കൽ കുരുമുളകാണ് കൂടുതലായിട്ട് നട്ടിരിക്കുന്നത്. ബാക്കി പന്നിയൂറും വിജയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ഈ മുളക് പിടിച്ചെടുക്കുന്നത് അധികവും കൂമ്പുങ്കൽ കുരുമുളകാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മുളക് പിടിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ശരിക്കും 6 മാസം കൊണ്ട് തന്നെ ഇതുപോലെ മുളക് കായ്ച്ചു. അതൊരു വലിയ പ്രത്യേകതയായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഈ കൂമ്പുങ്കൽ കുരുമുളക് വയ്ക്കാനും കാരണം. PVC പൈപ്പ് നമുക്ക് കമ്പനിയിൽ നിന്ന് നേരിട്ട് നമ്മൾ ഒരു ഫുൾ ലോഡ്, ഞങ്ങളുടെ ഒരു ഫാർമേഴ്സ് ഗ്രൂപ്പ് 20 അംഗങ്ങളുള്ള ഒരു ഫാർമേഴ്സ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ 10ഓളം അംഗങ്ങൾ ഇതുപോലെ കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. റോഡ് സൈഡിൽ ആയതുകൊണ്ട് ഇപ്പം ഇവിടെ ഈ റോഡ് സൈഡിൽ തട്ടിരിക്കുന്നത് ഇപ്പം ഞാനാണെന്ന് മാത്രം. അപ്പം ഈ കുരുമുളക് ഈ PVC പൈപ്പ് കമ്പനിയിൽ നിന്ന് മൊത്തത്തിൽ ഇറക്കി, ഞങ്ങളുടെ ഗ്രൂപ്പ് ഇറക്കി. അതിന് വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്ത്, തൈ അടക്കം. നിലവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗമില്ല. പക്ഷേ എന്നാലും എനിക്ക് ഫൈറ്റോത്തോറയെ പേടിയുണ്ട്. വർഷകാലത്തുള്ള ദ്രുതവാട്ടത്തെ എനിക്ക് പേടിയുണ്ട്. അതിന് ട്രൈക്കോഡെർമ പോലെയുള്ളത് ആദ്യം ചെയ്തിരുന്നു. മഴ തുടങ്ങുന്നതിന് മുമ്പേ വീണ്ടും നന്നായിട്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈപ്പ് കറക്റ്റ് ലൈനിൽ എതിലേ നോക്കിക്കഴിഞ്ഞാലും ലൈൻ വരത്തക്ക രീതിയിൽ 7 അടി സമചതുരത്തിലാണ് ഈ കുരുമുളക് നട്ടിരിക്കുന്നത്. 7 അടി സമചതുരത്തിൽ. അപ്പം കറക്റ്റ് രീതിയിൽ പൈപ്പ് നട്ടതിന് ശേഷം ഞങ്ങൾ തന്നെ തയ്യാർ ചെയ്യുന്ന കമ്പോസ്റ്റുണ്ട്. ആ കമ്പോസ്റ്റ് ഈ ഓരോ കൊട്ട വെച്ച്, ഓരോ വലിയ കൊട്ടയ്ക്ക് ഒരു കൊട്ട വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് കുരുമുളക് തൈകൾ വെച്ചത്. ഒരു ചുവട്ടിൽ 2 തൈ വീതമാണ് വെച്ചത്. അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ ഈ പൈപ്പ് ഇടുന്നതിന് എത്ര ആഴത്ത് കുഴി എടുത്തിട്ടുണ്ട്? 2 അടി. 2 അടി ആഴത്തിൽ നമ്മളിപ്പം ചുമ്മാ കുഴിയെടുത്ത് അതിന് ചുറ്റും വളവിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയല്ല ചെയ്തത്. കുഴി എടുത്തതിന് ശേഷം അതിനകത്ത് പൈപ്പിൻ്റെ അടിയിൽ ക്രോസിൽ കമ്പി വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തു. പൈപ്പിൻ്റെ 2 അടി ആ താഴ്ചയിലും പൈപ്പിൻ്റെ ഉള്ളിലും കോൺക്രീറ്റ് ചെയ്തു, അതിൻ്റെ സൈഡും കോൺക്രീറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം മുറുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ചുവട്ടിൽ വളമിട്ടിട്ട് ഇളക്കിയത്. അപ്പോൾ സംശയം കേട്ടോ, അപ്പം ഈ കോൺക്രീറ്റ് പൈപ്പിൻ്റെ ഉള്ളിലിടണമെങ്കിൽ ഒരു പീസിനകത്ത് ജോയിൻ്റ് ആക്കിയിട്ടുണ്ടോ? 2.5 മീറ്ററിൻ്റെ പൈപ്പ് ആദ്യം ചെയ്തത്. 2.5 മീറ്ററിൻ്റെ പൈപ്പാണ് ചെയ്തത്. അതിനുശേഷം ഇതാ കപ്ലിങ്. അപ്പം അതിന് ശേഷമാണ്
2.5 മീറ്ററിൻ്റെ പൈപ്പ് രണ്ടാമത് അറ്റാച്ച് ചെയ്തത്. അപ്പോൾ 2 പീസിലാണ് 2 പീസിലാണ് ചെയ്തത്. ആദ്യം നമ്മൾ ഒറ്റ പീസിലാണ് ചെയ്തത്, അതിന് ശേഷമാണ് രണ്ടാമത്തെ പൈപ്പ് ഇട്ടത്. ഈ പൈപ്പിനൊക്കെ വലിയ കോസ്റ്റ്ലി ആണെന്നാണോ? കമ്പനിയിൽ നിന്ന് അന്നത്തെ സമയം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്ക് കിട്ടി. മാർക്കറ്റ് വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടാനിടയായി. അപ്പോൾ നമ്മളിനി അകലം ക്രമീകരിച്ചിരിക്കുന്ന 7 അടി അകലം. പിന്നെ മറ്റൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഈ കുരുമുളകിൻ്റെ കൃത്യമായ ഈ ഒരു വളർച്ചയ്ക്ക് പ്രധാന കാരണം എല്ലാ കൊടിക്കും ഡ്രിപ്പ് ഇട്ടു. ഒരു കൊടിയുടെ ചുവട്ടിൽ 2 ഡ്രോപ്പ് വീതം ഓരോ കൊടിക്കും കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായ വെള്ളം എല്ലാ ദിവസവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോളിയാർ രൂപത്തിൽ മൂലകങ്ങളടക്കമുള്ള വളങ്ങൾ ഫോളിയാർ രൂപത്തിലും അക്കോമിനടക്കം ഉള്ളത് ചുവട്ടിലും കൊടുത്തിട്ടുണ്ട്. ഒരു സംശയം, നമ്മളിപ്പം ഇതിപ്പോൾ അക്കോമിൻ മാത്രമല്ല മറ്റേ ട്രൈക്കോഡർമ അടക്കം. ഇപ്പം ഇതിനകത്തെ ഇപ്പം നമ്മൾ കുരുമുളക് ഇതിൻ്റെ ചുവട്ടിൽ വെച്ച് അപ്പം ഒരു പൈപ്പിൻ്റെ ചുവട്ടിൽ എത്ര ചെടി വെച്ചിട്ടുണ്ട്? 2 തൈ വെച്ചു. ഇപ്പോൾ ഇതിന് കാര്യമായിട്ട് രോഗങ്ങളൊന്നും നിലവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗമില്ല. പക്ഷേ എന്നാലും എനിക്ക് ഫൈറ്റോത്തോറയെ പേടിയുണ്ട്. വർഷകാലത്തുള്ള ദ്രുതവാട്ടത്തെ എനിക്ക് പേടിയുണ്ട്. അതിന് ട്രൈക്കോഡർമ പോലെയുള്ളത് ആദ്യം ചെയ്തിരുന്നു. മഴ തുടങ്ങുന്നതിന് മുമ്പേ വീണ്ടും നന്നായിട്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ബോഡോ മിശ്രിതവും മറ്റു കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും. പിന്നെ എപ്രകാരമാണ് രോഗങ്ങൾ വരുന്നത് എന്നുള്ളത് ആയാലും പരമാവധി രോഗബാധ ഇല്ലാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കും. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ മൾച്ചി ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, വീഡിയം മാറ്റ് ഉപയോഗിക്കുന്നതിന് കൊണ്ടാണ് 2 കാര്യങ്ങൾ. ഒന്ന്, ഈ വീഡ് മാറ്റിനോട് അത്യാവശ്യം വെള്ളം ഇറങ്ങുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് കാടില്ലാതിരിക്കാൻ മറ്റ് കാടിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാനാണ് കൂടുതൽ ഇത്. പിന്നെ മറ്റൊന്ന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കൊടിയുടെ ഇടയ്ക്ക് ഉള്ള പൈപ്പിൽ ഒരു ഡ്രോപ്പ് കൊടുത്തു, അവിടെ പച്ചക്കറി നടും. ഈ 4 പൈപ്പിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രോപ്പ് വേറെയും കൊടുത്തിട്ടുണ്ട്. അവിടെ ചേന പോലെയുള്ള മറ്റതും നടാനായിട്ട് ഇപ്പം ചീര മറ്റു കാര്യങ്ങളൊക്കെ നടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് നല്ലപോലെ പയർ കിട്ടുകയും ചെയ്തു ഇത്തവണ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടവേളയായിട്ട് ഇപ്പം പയറൊക്കെ കഴിഞ്ഞു. അത് നോക്കി കാരണം നല്ല പയറൊക്കെ ഉണ്ടാകും. പയർ കഴിഞ്ഞു. അപ്പം ഇപ്പം ചീര ചെയ്തിട്ടുണ്ട്, ചേന ചെയ്തിട്ടുണ്ട്, കൂർക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെച്ചം വീട് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ പറയുന്ന പോലെ നമ്മൾ മണ്ണ് സംരക്ഷിക്കാൻ പറ്റും. മണ്ണൊലിപ്പ് ഉണ്ടാകത്തില്ല. പിന്നെ വെള്ളം ഇതിനകത്ത് ഇറങ്ങും, കളകൾ ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ പരമാവധി നമ്മൾ ലേബർ ചാർജ് കുറയ്ക്കാൻ പറ്റും. ആദ്യം ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ആ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് പിന്നീടുള്ള കാലത്ത് അതിനകത്ത് പണിക്കൂലി കുറഞ്ഞിരിക്കും. അതതിൻ്റെ. അപ്പോൾ ഇതിനകത്ത് ഇത് തൂക്കിയിട്ടേക്ക് നെറ്റ് തൂക്കിയിട്ടുണ്ട്. ഇത് വെയിലടിക്കാതിരിക്കാൻ അല്ലേ? അതെ. പടിഞ്ഞാറൻ വെയിലല്ല, തെക്കൻ വെയിൽ കൂടുതൽ. എന്നാൽ ഇത് ഒരു സൈഡിൽ നിന്നും യാതൊരു തണലും ഒരു സൈഡിലും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉച്ച കഴിഞ്ഞതിന് ശേഷമുള്ള ഉച്ചയോട് കൂടിയുള്ള വെയിൽ അതിശക്തമായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഓല വെച്ചു. പിന്നെ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഈ കുരുമുളക് കൃഷിയിലേക്ക് വരുന്ന ഒരാൾക്ക് എന്നാ നമുക്ക് ഉപദേശം കൊടുക്കാനുണ്ട്? അത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ ഉണ്ടാവില്ല, ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതും ഒക്കെ ആയിട്ട് എങ്ങനെയുള്ള സ്ഥലത്ത് നടണം. ചിലപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളെ ഫണ്ടമെൻ്റൽ കോസ്റ്റ് സാധാരണ രീതിയിലുള്ള കുരുമുളക് കൃഷിയെ അപേക്ഷിച്ചത് കൂടുതലാണ്. അപ്പം ഇപ്പം നിലവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊടിയുടെ ഇതിപ്പോൾ ഒരു ചുവട്ടിന് ഏതാണ്ട് 3000 രൂപ അടുത്ത് ഇപ്പോൾ ചിലവായിട്ടുണ്ട്. 3000 രൂപയോളം ചിലവായിട്ടുണ്ട്. പണിക്കൂലി, വളവും മരുന്നും മറ്റു കാര്യങ്ങളുമായിട്ട് 3000 രൂപയോളം ചിലവായിട്ടുണ്ട്. അപ്പം ഒരു 3 വർഷം കൊണ്ട് ഇതിൻ്റെ മുതൽ നമുക്ക് ഊരിയെടുക്കാനാവുള്ളൂ എന്നതാണ് പൊതുവെ അറിയുന്നത്. ഇപ്പോൾ 40% ആൾക്കാർ പയ്യാനി പോലെയുള്ള തയ്യൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം പയ്യാനയുടെ ചുവട്ടിൽ മുളക് തൈ നടാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം. പിന്നെ ഇതൊരു വെറൈറ്റി കൃഷിയാണ്. വിയറ്റ്നാം പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് വ്യാപകമായി ചെയ്യുന്നവരാണ്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് കേവലം ചുരുങ്ങിയ സ്ഥലത്ത് ചെയ്തത്. നിലവിൽ ഇപ്പോൾ പണിക്കനുസരിച്ച് ഇതിന് വളർച്ചയുണ്ട്. ഇപ്പം തന്നെ 7 മാസം കൊണ്ട് തന്നെ മുളക് പിടിക്കാനായിട്ട് 1 വർഷം കൊണ്ട് തന്നെ നമുക്ക് കുരുമുളക് പറിക്കാൻ സാഹചര്യമായി. ഇതൊരു വലിയ കാര്യമാണ്. പിന്നെ കേവലം ഒരു ലാഭം മാത്രമല്ലല്ലോ കൃഷി, ഒരു സംതൃപ്തിയും കൂടെ ഇല്ലേ? ആ സംതൃപ്തി എന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും ഈ സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പ്രത്യേകിച്ചൊരു വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വരുമ്പം നമുക്ക് മനസ്സിൽ തോന്നുന്നൊരു സംതൃപ്തി, സന്തോഷമുണ്ടല്ലോ. അതൊരു വലിയ കാര്യം എന്നത് മാത്രമല്ല,
നമ്മൾ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ പലരും ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പം കൃത്യമായ സംരക്ഷണം ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ ഈ നമ്മുടെ കൂടി വളർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതലും ചെയ്തിട്ടുണ്ട്. കേവലം ഇതൊരു നിസ്സാരമായിട്ട് കണ്ടുകൊണ്ട് ഈ കൃഷി ചെയ്യരുത്. ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായ പരിചരണവും കൃത്യമായ സംരക്ഷണവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. ഏതായാലും നമ്മളിത് യൂട്യൂബിലൊക്കെ പലരും ഈ കൃഷി ചെയ്ത് വിജയിപ്പിച്ചതിൻ്റെയൊക്കെ കണ്ടതിൻ്റെയൊക്കെ പ്രചോദനത്തിൽ നിന്നാണ് നമ്മളിത് ചെയ്തത്. ഏതായാലും നിലവിൽ ഇതുവരെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. തുടർന്ന് എപ്രകാരം ആവുമെന്നത് പൂർണ്ണമായിട്ടും പറയാനറിയില്ല. പരമാവധി ഏതായാലും ഞങ്ങൾ ഇതിൻ്റെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ താങ്ക് യു. പ്രിയ കർഷകരെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തി. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിജയിച്ച കൃഷിക്കാരെ, കാരണം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, കൃഷിയുമായിട്ട് അത് പൊരുത്തപ്പെട്ട് പോകുന്ന, കാരണം വെച്ചാൽ അറിയാം നമ്മൾ സൈഡ് ബിസിനസ്സായിട്ട് പലരും കൃഷി ചെയ്യുന്നുണ്ട്. അതല്ല, സംസാരം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഫുൾ ടൈം കൃഷിയിലേക്കാണ്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പല മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അത് നിങ്ങൾക്കത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവരുടെ കൃഷി രീതികളെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നു, അത് എങ്ങനെയൊക്കെ ചെയ്യുന്നു, അത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ.